നമുക്കറിയാം ഇന്നിപ്പോൾ മോഡേൺ മെഡിക്കൽ സയൻസ് പോലും മെഡിറ്റേഷന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണ്. അതിന് ശരിയായ രീതിയിൽ ധ്യാനത്തിലേക്ക് കടക്കേണ്ട വഴികൾ നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിൽ ആ ഒരു ധ്യാനാത്മകത സംഭവിക്കാതെ പോകുന്നത്. പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമ്മൾ 2026 കാലെടുത്ത് കുത്തുന്ന അവസരമാണ്. നമുക്കറിയാം മനോഹരമായ 2025 പിന്നിട്ട് 2026 കടക്കുമ്പോൾ സാധാരണ എല്ലാ വർഷങ്ങളിലും നമ്മളൊക്കെ ചെയ്യുന്ന പോലെ പല വിധത്തിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. അതായത് ഓരോ വർഷവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടും കൂടുതൽ ഉന്നതമായ നിലയിലേക്ക് പരിവർത്തനം ചെയ്യുവാനായിട്ടും നമ്മൾ ആ ന്യൂ ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ പല രീതിയിലുള്ള റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടാണ് മുന്നോട്ട് പോവുക. എന്നാൽ 1-2 മാസം ആ കാര്യങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുകയും അതിനുശേഷം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സാധാരണഗതിയിൽ വിട്ടുപോവുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ഈ 2026 കടക്കുന്ന സമയത്ത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഒരു ഉന്നതമായ നിലയിലേക്ക് പരിവർത്തനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി ക്ലെൻസിങ് ടെക്നിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മളെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളൊക്കെ നമ്മുടെ മാനസികമായ തലങ്ങളിലാണ് നമ്മളെടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങൾ ജീവിതത്തിൽ മുമ്പോട്ട് അന്വേഷിച്ച് പോകാനായിട്ട് സാധിക്കാതെ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ എനർജി തലത്തിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും ശരിയായ രീതിയിൽ ആ ശരിയായ എനർജിയിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോ വർഷവും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭൂതകാലത്തിലുള്ള പല കാര്യങ്ങളെയും നമ്മൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും നമ്മൾ ചുമന്നുകൊണ്ടാണ്, അതായത് ഭൂതകാലത്തിലെ ഭാണ്ഡക്കെട്ടുകളെ ചുമന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത ഭാണ്ഡക്കെട്ടുകളെയൊക്കെ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ നമ്മുടെ എനർജി തലത്തിൽ ക്ലെൻസ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അതായത് എനർജി തലത്തിൽ നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചില ടെക്നിക്കുകളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ഭാവിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ആവശ്യമില്ലാത്ത ഭാണ്ഡക്കെട്ടുകളെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇമോഷണൽ ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിലുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിലുണ്ടായ തകർച്ചകളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഫിയറുകളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് ഏതെങ്കിലും മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊഴിലോ ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഭയങ്ങളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു കാര്യവും നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിജയങ്ങൾക്ക് തടസ്സമായി നിന്നുകൊണ്ട് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ട്രോമാസ് എല്ലാം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് ആ എനർജി തലത്തിൽ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു ജീവിത പരിവർത്തനം അല്ലെങ്കിൽ ജീവിത വിജയത്തിലേക്കുള്ള ഒരു വഴി നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ 2026 എന്ന് പറയുന്ന വർഷം വളരെയധികം വിജയകരമായ, സന്തോഷകരമായ, വളരെ ആനന്ദകരമായ ഒരു വർഷമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു എനർജി ക്ലെൻസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അഷ്ടാംഗ യോഗത്തിലേക്ക് നോക്കുന്ന സമയത്ത് യമം നിയമം എന്ന് പറയുന്ന 2 കാര്യങ്ങളെ അഷ്ടാംഗ യോഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉപദേശങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നിയമത്തിൽ വരുന്ന ആദ്യത്തെ കാര്യമാണ് ശൗചം എന്ന് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. ശൗചം എന്ന് പറഞ്ഞാൽ ഈ ക്ലെൻസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്? ആദ്യം തന്നെ നമ്മൾ ആ ഒരു എനർജി ക്ലെൻസിങ്ങിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മളൊന്ന് ശുദ്ധീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റുപാടുകളെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്, നമ്മളിരിക്കുന്ന റൂം, നമ്മുടെ ബെഡ്റൂം, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ സമയം നമ്മളായിരിക്കുന്ന നമ്മുടെ സ്പേസ്, അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ്, ഈ സ്ഥലങ്ങളെയെല്ലാം ഫിസിക്കലായിട്ടുള്ള ഈ ഒരു സാഹചര്യങ്ങളെയെല്ലാം നമ്മളൊന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സാധന സാമഗ്രികളെ നമ്മൾ അവിടെ ഇവിടെയായിട്ട് കരുതി വെക്കും. പലപ്പോഴും നമുക്കതൊന്നും ജീവിതത്തിൽ ഇനി ഒരിക്കലും ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കില്ല. പല സാധനങ്ങളും ഇപ്പോൾ പൊട്ടിയതാവട്ടെ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളാവട്ടെ, അപ്പോൾ അങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മുടെ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ സത്യത്തിൽ അതെല്ലാം നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ്. കാരണം അവയുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കളയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ കാര്യങ്ങളെല്ലാം, അതായത് നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളാണെങ്കിലും മറ്റ് ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അത് ഉപയോഗശൂന്യമാണ് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ അത് നമ്മൾ ഒരുപക്ഷെ താൽക്കാലികമായിട്ട് നമ്മളെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതായിരിക്കാം. ആ കാര്യങ്ങളെയൊക്കെ നമ്മളുടെ സാഹചര്യങ്ങളിൽ നിന്ന് അതിനെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ ബെഡ്റൂം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ആയിരിക്കുന്ന സ്ഥലമാണെങ്കിലും ഒരല്പം കല്ലുപ്പ് ഇട്ട വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഒന്നാമത്തെ ക്ലെൻസിങ്ങിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. അതായത് അല്പം കല്ലുപ്പിട്ട വെള്ളത്തിൽ നമ്മൾ ആ ഭാഗങ്ങൾ ശുദ്ധീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് അവിടെയുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോയി എല്ലാം ഒന്ന് ക്ലിയറായി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമുക്ക് നമ്മുടെ സാഹചര്യത്തെ ഒരുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാഹചര്യങ്ങളെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ സ്ഥലത്തെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് തോന്നും. എന്നാൽ നമ്മൾ എനർജി തലത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ എനർജി തലത്തിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പരിസരങ്ങളെ ശുദ്ധീകരിച്ചു, അങ്ങനെ അവിടുത്തെ നെഗറ്റീവ് എനർജികളെല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മൾ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളെല്ലാം ഡെയിലി കുളിച്ച് വളരെ ശുദ്ധമായിട്ട് ഉള്ള സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ബാഹ്യമായ അവസ്ഥകളിൽ നമ്മളെല്ലാം ശുദ്ധമായിരിക്കും. എന്നാൽ ആന്തരികമായ അവസ്ഥയിലും കൂടി നമ്മൾ ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആന്തരികമായ തലങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആന്തരികമായ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ മാനസിക വ്യാപാരങ്ങളെയാണ്. അതായത് മനസ്സിലേക്ക് വരുന്ന ചിന്തകളെയും നമ്മുടെ ആത്മസംഭാഷണത്തേക്കും ഒക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ശുദ്ധീകരിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ശ്വാസമാണ്. അതായത് ശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രാണനാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. അതോടൊപ്പം ആ ശ്വാസത്തിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മനസ്സിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസമാണ്. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പാറ്റേൺ മാറുന്നത് തന്നെ ആ ശരീരത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ശ്വാസത്തിൽ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസത്തെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായ ഒരു അളവിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൃത്യമായ ഒരു അളവിൽ ഇൻഹേൽ ചെയ്യുക, കൃത്യമായ ഒരു അളവിൽ എക്സേൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ശ്വാസത്തെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്വാസത്തിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ കിട്ടുകയും അങ്ങനെ ആ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കിലൂടെ നമ്മൾ സ്വായത്തമാക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യേണ്ട വിധമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മൂക്കിലൂടെ 4 സെക്കൻഡ് കൊണ്ട് സാവധാനത്തിൽ കുറച്ച് ദീർഘമായിട്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ ശ്വാസത്തെ 2 സെക്കൻഡ് സമയം നമ്മൾ ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. അതിന് നമ്മൾ യോഗയിലാണെങ്കിൽ കുംഭകം ചെയ്യുക എന്ന് പറയും. അതിന് 2 സെക്കൻഡ് സമയം ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ആ ശ്വാസത്തെ എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ആ ശ്വാസത്തോടൊപ്പം ആ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശ്വാസം എവിടെയൊക്കെ ആണ് ആദ്യം വന്ന് ടച്ച് ചെയ്യുന്നത്, ഏത് മൂക്കിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിച്ച് ആ ശ്വാസത്തിൽ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് ശ്വാസത്തെ 4 സെക്കൻഡ് കൊണ്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ആ ഉള്ളിലേക്ക് എടുത്ത ശ്വാസത്തെ ഒരു 2 സെക്കൻഡ് സമയം ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ വായിലൂടെ ആ ശ്വാസത്തെ 6 സെക്കൻഡ് സമയം കൊണ്ട് പുറത്തേക്ക് വിടുക. അതായത് വളരെ ഉള്ളിലേക്ക് എടുത്തതിനെക്കാട്ടിലും സാവധാനത്തിൽ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. അപ്പോൾ 4 സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുന്നു, ഉള്ളിൽ 2 സെക്കൻഡ് സമയം ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നു, അതിനുശേഷം 6 സെക്കൻഡ് കൊണ്ട് വായിലൂടെ ആ ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നു.
ഇങ്ങനെ ഒരു 21 തവണ നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞാൽ ആ ശ്വാസത്തിൻ്റെ മുകളിൽ നമുക്കൊരു കൺട്രോൾ കിട്ടുകയും ആ ശ്വാസത്തെ നമുക്കൊരു നിയന്ത്രണ വിധേയമാക്കി തീർക്കുവാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ സാവധാനത്തിൽ പൂർണ്ണമായിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് ശ്വാസം വരുമ്പോൾ നമ്മൾ ആ ശ്വാസത്തോടൊപ്പം നമുക്കൊരു ഗോൾഡൻ ലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കാം. അതുപോലെ ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള എനർജിയും ഒരു ഗ്രേ കളറിലുള്ള ഒരു ലൈറ്റായിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ആ ശ്വാസത്തെ പുറത്തേക്ക് വിടാം. അപ്പോൾ അങ്ങനെ ഒരു 21 തവണ നമ്മൾ ആവർത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമാവുകയും ശരീരം വളരെയധികം റിലാക്സ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം നമ്മളൊരു സ്ഥലത്ത് ശാന്തമായി സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തെ കൂടുതൽ റിലാക്സ് ചെയ്യാനായിട്ടും മനസ്സിൻ്റെ മുകളിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് നമുക്കുള്ള പ്രയോജനം എന്ന് പറയുന്നത്. അങ്ങനെ ശരീരത്തെ റിലാക്സ് ചെയ്തുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാവുന്നതാണ്. അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഡീപ്പറായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടക്കുകയാണ്. അതായത് മനസ്സിലെ ചിന്തകളെ നമ്മൾ മറ്റൊരാൾ നമ്മളെ നോക്കി കാണുന്ന പോലെ മനസ്സിലെ ചിന്തകളെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന നമ്മുടെ ആന്തരികമായ സംഭാഷണങ്ങളെയും കൂടി നിരീക്ഷിച്ചുകൊണ്ട് ആ ചിന്തകളിലും ആ ഒരു സംഭാഷണങ്ങളിലും ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ സംഭാഷണങ്ങളോ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിന്തകളെയും അല്ലെങ്കിൽ ആ ആത്മസംഭാഷണങ്ങളെയും ഒരു ശക്തമായ ഒരു ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട്, അതായത് എക്സൈൽ ചെയ്തുകൊണ്ട് ആ ശ്വാസത്തിലൂടെ ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ആ നെഗറ്റീവായിട്ടുള്ള ആ സെൽഫ് ടോക്കിങ്ങും ഒക്കെ പുറത്തേക്ക് തള്ളിക്കളയുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആദ്യം ആ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് നമ്മൾ ആദ്യമേ 21 ടൈംസ് ചെയ്തു. അതിനുശേഷം അല്പസമയം കണ്ണടച്ച് അല്പം ധ്യാനാത്മകമായിട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ ആ ചിന്തകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പാറ്റേൺസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ശക്തമായ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ആ ശ്വാസത്തോടൊപ്പം ആ ചിന്തകളെയും അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആ സെൽഫ് ടോക്കിനെയും ഒക്കെ ക്ലെൻസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് അടുത്ത മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കൂടുതൽ ശാന്തമായി തീരുകയും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ഉയരുകയും അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ധ്യാനാത്മകത സംഭവിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നിപ്പോൾ മോഡേൺ മെഡിക്കൽ സയൻസ് പോലും മെഡിറ്റേഷന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പലരും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പല മാർഗങ്ങൾ യൂസ് ചെയ്യുമെന്നുണ്ടെങ്കിലും ആരിലും ആ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനാത്മകത സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അതിന് ശരിയായ രീതിയിൽ ധ്യാനത്തിലേക്ക് കടക്കേണ്ട വഴികൾ നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിൽ ആ ഒരു ധ്യാനാത്മകത സംഭവിക്കാതെ പോകുന്നത്. അപ്പോൾ നമ്മളിൽ ധ്യാനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് ഒരു നിർമ്മനത്തിൻ്റെ സ്റ്റേജാണ്. അതായത് ഒരു നോ മൈൻഡ് സ്റ്റേറ്റിലാണ് നമ്മുടെ ഉള്ളിൽ ധ്യാനം സംഭവിക്കുക. അപ്പോൾ നമ്മൾ ചിന്തകളെ ഇതേപോലെ നിരീക്ഷിച്ച് ആ ചിന്തകളുടെ എണ്ണം കുറഞ്ഞു വരികയും ആ ചിന്തകൾ ഇല്ലാതാവുന്ന ഒരു നിമിഷത്തിലാണ് നമ്മുടെ ഉള്ളിൽ ആ ധ്യാനാത്മകത സംഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ശ്വാസത്തിൻ്റെ മുകളിലൊരു കൺട്രോൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഉള്ളിലെ ചിന്തകളെയും ആത്മസംഭാഷണത്തെയും നിരീക്ഷിച്ച് നമ്മൾ ആ ചിന്തകളെ ഇല്ലാതാക്കി, അതായത് ചിന്തകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് ആ ചിന്തകൾ ഇല്ലാതാവുന്ന ഒരു നിമിഷത്തിൽ നമ്മുടെ ഉള്ളിൽ ആ ധ്യാനാത്മകത സംഭവിക്കുമ്പോൾ നമുക്ക് വളരെ വലിയ ഒരു ആനന്ദാവസ്ഥയെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് ഒക്കെ, അതായത് മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ പുകവലിയോ അല്ലെങ്കിൽ സെക്സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ധ്യാന പ്രക്രിയ സ്ഥിരമായി പരിശീലിച്ച് കഴിഞ്ഞാൽ, മിനിമം നിങ്ങൾ 21 ഡേയ്സ് പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും അങ്ങനെയുള്ള ആ ഒരു അഡിക്ഷൻസിൽ നിന്നൊക്കെ നമുക്ക് പുറത്ത് കിടക്കാനായിട്ടും സഹായകരമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ മൂന്നാമത്തെ ടെക്നിക്ക് പരിശീലിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തകളെ നിരീക്ഷിച്ച് ചിന്തകളെ ഇല്ലാതാക്കി ആ ഒരു നിർബന്ധന സ്റ്റേജിലേക്ക് എത്താനായിട്ട് നമുക്ക് ആദ്യമേയൊക്കെ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രം ചാൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥന ഉള്ളിൽ ജപിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ മ്യൂസിക്, ലൈറ്റായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ മ്യൂസിക് പ്ലേ ചെയ്തിട്ടിട്ട് ആ മ്യൂസിക്കിൽ ലയിച്ച് അവിടെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആദ്യം ചിന്തകളെ നിരീക്ഷിക്കുന്ന സമയത്ത് മനസ്സ് നമുക്ക് പിടിതരില്ല. അങ്ങനെ തരാതെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അതിന് പകരമായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റായിട്ടുള്ളൊരു മെഡിറ്റേഷൻ മ്യൂസിക്കോ അല്ലെങ്കിൽ ഓംകാരം പോലുള്ള പ്രണവമന്ത്രം പോലെയുള്ള ഏതെങ്കിലും മന്ത്രങ്ങളെ ചാൻറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൂടുതൽ കൺട്രോളിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് നമുക്ക് സഹായകരമാകും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ധ്യാനാവസ്ഥ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു എനർജി ക്ലെൻസിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ട്രോമകൾ അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമാസ് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഫിയറുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പ്രശ്നങ്ങളെല്ലാം നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം എന്തൊക്കെ പ്രശ്നങ്ങളെ നമ്മൾ നേരിട്ടു, 2 മാസം മുന്നേ എന്തൊക്കെ പ്രശ്നങ്ങളെ നേരിട്ടു, കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങളെ നേരിട്ടു, കഴിഞ്ഞ ഒരു വർഷം 2025 നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളെ നേരിട്ടു. അപ്പോൾ ഇത്തരത്തിൽ ഏതൊക്കെയെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതി വെക്കുക, ഒന്ന് എഴുതി തയ്യാറാക്കുക. ഒരു പേപ്പറിൽ, ഒരു വൈറ്റ് പേപ്പറിൽ അതൊന്ന് എഴുതി തയ്യാറാക്കുക. അതിനുശേഷം ഒരു കാൻഡിൽ കത്തിച്ച് വെച്ചതിന് ശേഷം ആ എഴുതി വെച്ചിരുന്ന കാര്യത്തെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഭാരമാണ് നമ്മൾ ആ പേപ്പറിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. ആ പേപ്പറിലേക്ക് ഇറക്കി വെച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ആ പേപ്പർ ഒന്ന് ചുരുട്ടി അതങ്ങ് കത്തിച്ച് കളയാം. കത്തിച്ച് കളയുന്ന സമയത്ത് നമ്മൾ ഈ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂസ് എല്ലാം, ആ ഒരു പ്രോബ്ലംസ് എല്ലാം ആ പേപ്പർ കത്തിത്തീരുന്നതോടുകൂടി നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ പേപ്പറിനെ നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഒരു ഭാണ്ഡക്കെട്ടായിട്ട് സങ്കല്പിക്കുക. അതായത് ഭൂതകാലത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ കടന്നു വന്നിട്ടുള്ള ഇതുപോലുള്ള ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനും ആങ്കറും ഫിയറും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആ പേപ്പറിലേക്ക് നമുക്ക് ഓർമ്മ വരുന്നതനുസരിച്ച് എഴുതി എടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം ആ ഒരു ഭാണ്ഡക്കെട്ടിനെ, ആ ഒരു ഭൂതകാലത്തിൻ്റെ ആ ഒരു ഭാണ്ഡക്കെട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അഗ്നിക്കിരയാക്കിക്കൊണ്ട് നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലെൻസ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ ആ ഒരു ലൈറ്റ്നെസ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സ് കൂടുതൽ ശാന്തമാകാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു പ്രത്യേകമായ അവയർനെസ് സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിലൂടെ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണെന്നും അതെല്ലാം കഴിഞ്ഞു പോയ മൃതമായിട്ടുള്ള കാര്യങ്ങളാണെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ടും പുതിയ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിന് ഒരു തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ അതിനെയൊക്കെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ആ ഒരു മനഃശക്തി നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ 4ാമത്തെ ടെക്നിക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 2026 കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 10-20 മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഈ ഒരു ടെക്നിക്കിന് വേണ്ടി, ഈ ഒരു എനർജി ക്ലെൻസിങ് ടെക്നിക്കിന് വേണ്ടി മാറ്റിവെക്കുക. മാറ്റിവെച്ചതിന് ശേഷം ഇതിൽ ഓരോ ടെക്നിക്കുകളും ഓരോ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കാം, നമ്മുടെ ഓറയെ കൂടുതൽ ശക്തമാക്കാം, നമ്മുടെ എനർജി ഫീൽഡിനെ, നമ്മുടെ പ്രാണിക് ബോഡിയെ നമുക്ക് കൂടുതൽ ശക്തമാക്കി എടുക്കാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ശരീരത്തെയും നമ്മുടെ ഫിസിക്കൽ ബോഡിയെയും നമുക്ക് കൂടുതൽ ശക്തമാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ വളരെ വലിയൊരു ജീവിത വിജയത്തിലേക്കും ഒരു ആത്മീയ പരിവർത്തനത്തിലേക്കും നമുക്ക് നമ്മളെ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ 2026 നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ട് അത് നമ്മുടെ ഒരു വിഷൻ ബോർഡാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. അതായത് നമ്മൾ ഈ കാര്യങ്ങളെ നമുക്ക് എപ്പോഴും കാണാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു പിക്ചറൈസ് ചെയ്തുകൊണ്ട് ഒരു വിഷൻ ബോർഡായിട്ട് സെറ്റ് ചെയ്ത് നമുക്കെപ്പോഴും എല്ലാ ദിവസവും നമുക്ക് കാണാവുന്ന രീതിയിൽ അതിനെ നമ്മൾ എപ്പോഴും ആയിരിക്കുന്ന സ്ഥലത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്ത് തീർത്ത കാര്യങ്ങളെയും അതുപോലെ ചെയ്യാനായിട്ടുള്ള ബാക്കി നിൽക്കുന്ന കാര്യങ്ങളെയും ഒക്കെ നമുക്ക് എല്ലാ ദിവസവും ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു വിഷൻ ബോർഡായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ ആ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഉന്നതമായി നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത വിജയവും അതുപോലെ തന്നെ ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നേടിയെടുക്കാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ടെക്നിക്ക്, ഈ ഒരു എനർജി ക്ലെൻസിങ് ടെക്നിക്ക് സഹായകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.